Hey guys, welcome to Southern from Extreme Gaming 1881. Guys, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് പലവർക്കും വീഡിയോ കാണുന്നവർക്കും വീഡിയോ കാണാത്തവർക്കും സ്പേസ് സ്പിന്നിങ് അറിയാം. ചിലവർക്കൊക്കെ അറിയാം, പക്ഷെ ചിലവർക്ക് പഠിക്കാൻ നല്ല പാടായിരിക്കും, പഠിക്കണം കഴിയത്തില്ല. പക്ഷെ ഒരു ട്രിക്ക് കൊണ്ട് നിങ്ങൾക്ക് ആരുടെ അടുത്ത് വേണമെങ്കിൽ കാണിക്കാം വിത്ത് ഓൺലി ദിസ് ക്യാപ്പ്. ഈ ക്യാപ്പ് ഈ ക്യാപ്പിൻ്റെ അവസ്ഥ ഉണ്ടോ, വളഞ്ഞോ കുളഞ്ഞോന്നിരിക്കുമല്ലേ? കാരണം ഞാൻ തന്നെ ആക്കിയതാണ്. എന്തിനാണ്? കറക്കാൻ അറിയാം, ചുമ്മാ ജസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഇതെൻ്റെ രീതിയിൽ ചെയ്യുന്നതാണ്. ചുമ്മാ കണ്ടോ, ഒരുമാതിരി കാറ് പോലെ ഇരിക്കുന്നതാണ്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറൊരു ക്യാപ്പ് എടുത്തിട്ടുണ്ട്. ഇതിന് സ്പിൻ ചെയ്യുന്ന ലാസ്റ്റ് വീഡിയോ കാണിച്ചു തരാം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, ഇത് അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടായി ഇത് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന എന്തുവാ, ഒരു മിനിറ്റ് ഗേസ്, ഇരിക്കുന്നില്ല ഈ ഫോൺ. ഓക്കെ ഉണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്യാപ്പ് ഉണ്ടല്ലോ, ഈ ക്യാപ്പിൻ്റെ ഒന്നെങ്കിൽ ഈ ഒരു ബ്ലൂ സാധനം കളയുക, അല്ലെങ്കിൽ കളയണ്ട. ഞാനിപ്പോൾ കളയുന്നില്ല. മറ്റേനകത്ത് ബ്ലൂ സാധനം അല്ല, ഈ പുറത്തിരിക്കുന്ന സാധനം കാണാതെ പോയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിതുണ്ട ഈ പേനയുടെ ക്യാപ്പ് എടുക്കാവുള്ളൂ. വളയുന്ന അത്രയും പേനയുടെ ക്യാപ്പ് എടുത്താൽ മതി. വളയാത്തൊന്നും എടുത്താൽ ഒടിഞ്ഞു മറിഞ്ഞു പോവും. നമ്മുടെ ലെക്സിയുടെ പേനയുടെ ക്യാപ്പില്ല, അതൊക്കെ വളച്ചാൽ ഒടിഞ്ഞു പോവും. ഒക്കെ കണ്ട ഇതുപോലെ നമ്മൾ നന്നായിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഒരുമാതിരി എൽ ഷേപ്പിലാക്കണം. ഒരു സീറ്റ് പോലെ നന്നായിട്ട് പ്രസ് ചെയ്യണം, നന്നായിട്ട്. അപ്പോൾ ഇതുപോലെ ആക്കി വെക്കിട്ട് നമ്മൾ കണ്ട ഇതുപോലെ ഇങ്ങനെ വളച്ച് കണ്ട കുറച്ച് വളഞ്ഞ രീതിയിലാക്കണം. കണ്ട ഇതുപോലെ നല്ല രീതിയിൽ ഇവിടെ ഒന്നാമത് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ ഇത് വളയും. നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാലും ഇത് പറ്റത്തുള്ളൂ. അപ്പോൾ ഏകദേശം ഇത്രയായി. അതിനുശേഷം നന്നായിട്ട് ഇതിൻ്റെ അടിയിലോട്ട് കയറ്റി കണ്ട ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അകത്തോട്ട് ഇങ്ങനെ കയറ്റിയിട്ട് കൊടുക്കണം ഗൈസ്. കണ്ട ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ട. അപ്പോൾ ഇതൊരു കാർ ഷേപ്പിലായി. അപ്പോൾ ഇതെടുത്തിട്ട് നേരെ നമ്മൾ ഇങ്ങോട്ട് വളച്ച് വെച്ചില്ലേ, അതേപോലെ നമ്മൾ നേരത്തെ വളച്ച പോലെ തന്നെ കണ്ട ഇതുപോലെ ഇങ്ങനെ വളച്ച് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടി കൊടുത്തിട്ട് ഇങ്ങനെ ഞെക്കിയാൽ മതി ഗൈസ്. അപ്പോൾ കണ്ട് ഒരു എം ഷേപ്പിൽ വന്നാൽ കാണാൻ പറ്റും. കണ്ടോ, ഒരു പകുതി ഒരു എം മുറിച്ച് കളഞ്ഞു പറ്റിക്കും, ഒരു സീറ്റ് പോലെ കണ്ടോ. ഇതുപോലെ നമുക്ക് വരും. നല്ല രീതിയിൽ കൊണ്ട് പ്രസ് ചെയ്ത് നടക്കണം ഗൈസ്, നല്ല രീതിയിൽ പ്രസ് കൊടുക്കണം. അപ്പോൾ ഈ രീതിയിലോട്ടായി. പക്ഷേ ഇത്രയല്ല, കുറച്ചിങ്ങനെ താത്തി വെക്കണം ഗൈസ്. ഇങ്ങനെ കറക്കുമ്പോൾ പോകാതിരിക്കാൻ വേണ്ടിയാണ്. മറ്റേ ക്യാപ്പ് അവിടെ ഗൈസ്, മറ്റേ ക്യാപ്പ് കാണുന്നില്ലല്ലോ. ഇവിടെ മറ്റേ ക്യാപ്പ് പോയാ ഗൈസ്, മറ്റേ ക്യാപ്പ് പോയെന്ന് തോന്നുന്നു. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണാം. അപ്പോൾ ഇതുപോലത്തെ ഇങ്ക് തീർന്ന പേന എടുക്കണം. ഇങ്ക് ഉള്ള പേന ആണെങ്കിൽ തീരും ഗൈസ്. ഞാനിപ്പോൾ ഇങ്ക് തീർന്ന പേന എടുക്കുന്നത്. ഇതിനകത്ത് കാണാൻ കഴിയും ഇങ്ക് ഉണ്ടെന്ന്. ഇങ്കില്ല സത്യം പറഞ്ഞാൽ. കണ്ടോ, ഇങ്കില്ലാത്ത പേനയാണ്, തെളിയത്തില്ല. അപ്പോൾ ഇങ്കില്ലാത്ത പേന എടുക്കുക, അല്ലെങ്കിൽ ലീക്ക് അടിക്കും പുറകിൽ കൂടെ. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് നല്ല രീതിയിൽ കയറ്റി കൊടുക്കാം. അപ്പോൾ കറക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കറക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ കറക്കി കാണിച്ചു തരാം ഒന്ന് ഗൈസ്. നമുക്കതേ ഞാൻ കറക്കി കാണിച്ചു തരാം. എന്നാണ്ട് കിട്ടുന്നില്ല ഗൈസ് കയ്യിൽ. കണ്ട ഇതാണ് നമ്മുടെ സാധനം എന്ന് പറയുമ്പോൾ. കറങ്ങുന്നുണ്ട് ഗൈസ്, സൂക്ഷിച്ച് പിടിക്കണം, അല്ലെങ്കിൽ തറച്ച് എവിടെയെങ്കിലും പോവും. കണ്ടോ ഗൈസ്, കറങ്ങുന്നുണ്ടോ ഗൈസ്? ഞാൻ ഒന്നും കൂടെ കാണിക്കും. ഇതേ ഗൈസ്, ഇതാണ് നമ്മുടെ പേന എന്ന് പറയുമ്പോൾ. അതുപോലെ ഇങ്ങനെ കറക്കി കൊടുക്കണം. കണ്ടോ ഗൈസ്, കറങ്ങുന്നുണ്ടോ? അയ്യോ ഗൈസ്, ഇപ്പോൾ താഴെ പോയുണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത് താഴെ പോകുന്നു. കണ്ട ഇതുപോലെ ഇങ്ങനെ കറക്കി കൊടുക്കാം. പോയി ഗൈസ്. സോ ഗൈസ്, നമ്മളെ മറ്റേ ക്യാപ്പ് എവിടെ പോയെന്ന് അറിയത്തില്ല ഗൈസ്. ഞാനൊന്ന് നോക്കട്ടെ. ട്രാൻസ്പെറൻറ്റ് കിട്ടി ഗൈസ്, കിട്ടി. കണ്ട ഈ ക്യാപ്പാണ് ഞാൻ പറഞ്ഞ. കണ്ടോ, ഈ ക്യാപ്പ് വെച്ച് നോക്കുന്നു, ട്രൈ ചെയ്ത് നോക്കാം. ഒരു അങ്ങോട്ട് ഇട്ടഞ്ഞ് ഊരാൻ നല്ല പാടാണ് ഗൈസ്. അപ്പോൾ ഈ ക്യാപ്പാണ് നമ്മൾ നേരത്തെ എടുത്ത് ഈ ക്യാപ്പ് മാറ്റി വെക്കാം. അപ്പോൾ ഈ ക്യാപ്പ് നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മറ്റേ പേനയോടെ
നിങ്ങൾക്ക് ഇതുപോലെ കയറ്റി കൊടുക്കാം. കയറുന്നില്ല ഗൈസ്, അതാണ്. കൈ താണ്ട് ഇങ്ങനെ വെച്ചിട്ട് താണ്ട് ഇങ്ങനെ ഒരു കറക്ക് കൊടുത്ത് കൈ കൊണ്ടാണ് കേസിൻ്റെ കണ്ട് കൈ താണ്ട് ഇങ്ങനെ കൈ താണ്ട് ഇങ്ങനെ കയറ്റിയിട്ട് കണ്ട ഇങ്ങനെ ഒരു കറക്ക് കൊടുത്താൽ മതി. കൈയൊക്കെ മാറ്റി വെക്കണം, അല്ലെങ്കിൽ കൈ കൊള്ളും. കണ്ടാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കറക്കണം കേസ്. പിന്നെ അല്ല സീൻ സെറ്റ് എത്ര സ്പീഡ് ചെയ്യാൻ കിടക്കാം. സ്പീഡിൽ കറക്കിയിട്ട് അവസാനം തോട്ടിൽ പോയി കിടക്കും. തോട്ടിൻ്റെ അടുത്തൊന്നും വെള്ളത്തിലൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ തോട്ടിൽ പോയാൽ തീർന്നു. സോ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണ്, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റാ ബൈ ബൈ. നമ്മൾ ഇതുപോലത്തെ വേറെ ഉടായ്പ വീഡിയോ ആയിട്ട് വരും. ബൈ ബൈ ഗൈസ്. എന്നും പറഞ്ഞ് ഉടായ്പ വീഡിയോ അല്ലേ, ഇത് റിയലാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക.